ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1544 ദിവസമായ ഇന്ന് 2025 ആഗസ്റ്റ് മാസം 6 തീയതി ബുധനാഴ്ച. 1200 ആണ്ട് കർക്കിടക മാസം 21 തീയതി. ഗുരുവചനങ്ങളിലൂടെ തൻ്റെ ധർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ അവയെ യഥാവിധി പാലിക്കുന്ന ഗൃഹസ്ഥാശ്രമി ഇന്ദ്രസമനായും എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനായും ഭവിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 26 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. പ്രയോജനരഹിതമായ ദുസ്തർക്കങ്ങളും ന്യായവാദങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ചിന്തയെ സംശിഷ്ടമാക്കി സമനിലയിൽ നിർത്തുവാനാണ് ഗുരുവരുൾ ശ്രമിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന വൈരുദ്ധ്യങ്ങളെയും ദ്വൈതങ്ങളെയും കൂട്ടിയിണക്കി പൊരുത്തപ്പെടുത്തുന്ന യോഗതത്വത്തെ ഈ ഗുരുവരുൾ പ്രയോഗക്ഷമമാക്കുന്നു. അപ്പോൾ വർണ്ണശബളമായ കല്യാണ കളേബരവും ഇടിക്കും പടുത്തം കൊടുക്കുന്ന അട്ടഹാസങ്ങളും കെട്ടടങ്ങി ഉള്ളിൽ മൊഴിവന്ന് മൗനനിലയായി മുഴങ്ങുന്നത് മാത്രം കേൾക്കുമാറാകുന്നു. ഉള്ളിലുണ്ടാം ദണ്ഡാകാരം കേട്ടുണരുന്ന ആത്മാവ് തണ്ടാരിൽ വീണ് മധു ഉണ്ടാരമിക്കുന്ന വണ്ടിനെപ്പോലെ പങ്കാരും പറ്റുവാനില്ലാത്ത സ്വാനന്ദ മധുമാതിരി ഇനിമയോടാസ്വദിച്ചിടുന്നു. ഗുരുവരുളിൻ്റെ ഈ പൊരുൾ ഒരേ സമയം സമഷ്ടിഗതവും വൃഷ്ടിഗതവുമാണ്. ഇത്തരത്തിലുള്ളതാണ് മൗന പൂന്തേനൊഴുക്കായിരിക്കുന്ന ഗുരുവരുളിലെ ജ്ഞാനരഹസ്യം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.